നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. ലേൺ ഇംഗ്ലീഷ് വയ ഷോർട്ട് സ്റ്റോറീസ് എപ്പിസോഡിൽ 4 എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. Once there was a hungry fox who stumbled upon a vineyard. Once ഒരിക്കൽ ഒരിടത്ത് എന്നൊക്കെ പറയാം. There was a hungry fox. ഒരു വിശന്നു വലഞ്ഞ ഒരു കുറുക്കനുണ്ടായിരുന്നു. ഹു സ്റ്റംബിൾഡ്, അവൻ ഇടറി വീണു. ഇടറി വീണു. അപ്പോൺ എ വൈൻയാർഡ്, ഒരു മുന്തിരിത്തോട്ടത്തിൽ. വൈൻയാർഡ് എന്ന് പറഞ്ഞാൽ മുന്തിരിത്തോട്ടം. സ്റ്റംബിൾ എന്ന് പറഞ്ഞാൽ ഇടറി വീഴുക, വിശന്ന് വീഴുന്നതിനാണ് സാധാരണ ഈ സ്റ്റംബിളൊക്കെ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശന്ന. After seeing the juicy grapes hanging in a bunch, the fox drooled. After seeing, കണ്ടതിന് ശേഷം, the juicy grapes, juicy എന്ന് പറഞ്ഞാൽ നല്ല ചാറുള്ള, സത്തുള്ള എന്നൊക്കെ അർത്ഥം. അപ്പോൾ ജ്യൂസി ആയിട്ടുള്ള ഗ്രേപ്സ്, മുന്തിരികൾ കണ്ടതിന് ശേഷം, ഹാങ്ങിങ്, തൂങ്ങിക്കിടക്കുക. ഹാങ് എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുക, തൂക്കിയിടുക എന്നൊക്കെ അർത്ഥമുണ്ട്. നമ്മൾ സാധാരണ ഹാങ്ങർ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് തൂക്കിയിടുന്ന വസ്തു എന്നാണ് അർത്ഥം. അപ്പോൾ തൂങ്ങിയിരുന്നിൽക്കുന്ന ഗ്രേപ്സ് കണ്ടതിന് ശേഷം ഇന്നെ ബഞ്ച്, കുലയായിട്ട്. ബഞ്ച് എന്ന് പറഞ്ഞാൽ കുല. ദ ഫോക്സ് ഡ്രൂൾഡ്, ഫോക്സിന് വായിൽ വെള്ളം നിറഞ്ഞു. ഡ്രൂൾ എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം നിറയുക, വായിൽ വെള്ളം വരിക എന്നൊക്കെ അർത്ഥം. ബട്ട് നോ മാറ്റർ ഹൗ ഹൈ ഹി ജമ്പഡ് ഹി കുഡിൻറ്റ് റീച്ച് ഫോർ ഇറ്റ്. അങ്ങനെ നിൽക്കുമ്പോൾ വായിൽ വെള്ളം മൂറിയ കുറുക്കൻ എന്ത് ചെയ്തു? അത് തട്ടിപ്പറിച്ച് എടുക്കാൻ നോക്കുകയാണ്. ബട്ട് നോ മാറ്റർ, എന്ത് തന്നെയൊക്കെ ആയാലും, ഹൗ ഹൈ ഹി ജമ്പഡ്, എത്ര ഉയരത്തിൽ അവൻ ചാടിയിട്ടും, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്, എന്നാൽ എത്ര ഉയരത്തിൽ ചാടിയിട്ടും, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ബട്ട് നോ മാറ്റർ എന്ന് ഉപയോഗിക്കുക. എത്ര പരിശ്രമിച്ചിട്ടും, എത്ര പഠിച്ചിട്ടും എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ബട്ട് നോ മാറ്റർ ഉപയോഗിക്കാം ആദ്യത്തിൽ. എന്നിട്ട് പിന്നെ ഹൗ ടൈം അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഹീ കുഡിൻറ്റ് റീച്ച് ഫോർ ഇറ്റ്, അതിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഹി കുഡിൻറ്റ് റീച്ച്, അവനക്ക് എത്താൻ കഴിഞ്ഞില്ല. ഫോർ ഇറ്റ്, അതിലേക്ക്. നോ മാറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേർഡ് മീനിങ് എന്ത് തന്നെ ആയാലും എന്നാണ് അർത്ഥം. സോ ഹി ടോൾഡ് ഹിംസെൽഫ് ദാറ്റ് ഇറ്റ് വാസ് പ്രൊബബ്ലി സോർ ആൻഡ് ലെഫ്റ്റ്. ദാറ്റ് നൈറ്റ് ഹി ഹാഡ് ടു സ്ലീപ്പ് ഓൺ ആൻ എംപ്റ്റി സ്റ്റോമക്ക്. സോ അതുകൊണ്ട് തന്നെ ഹി ടോൾഡ് ഹിംസെൽഫ്, അവനോട് തന്നെ പറഞ്ഞു. ടോൾഡ് എന്ന് പറഞ്ഞാൽ ടെൽ എന്നതിൻ്റെ പാസ്റ്റാണ്. ടെൽ, പറയുക. ടോൾഡ്, പറഞ്ഞു. ഇപ്പോൾ ടെൽ, ടോൾഡ്, ഈ പദം പഠിച്ചു വെക്കണം. അതായത് എന്താണ് പറഞ്ഞത്? ഇറ്റ് വാസ്, അതാണ്. പ്രൊബബ്ലി, ഒരു പക്ഷേ അതാണ്. സോർ, പുളിച്ചതാണ്. ഇവിടെ ഇറ്റ് വാസ് എന്നുള്ളതിൻ്റെ ശരിക്കുള്ള അർത്ഥം നമുക്ക് ഇറ്റ് വാസ് എന്നുള്ള അർത്ഥം നോക്കുകയാണെങ്കിൽ ആയിരുന്നു എന്നാണ്. പക്ഷേ ഇവിടെ അതിൻ്റെ അർത്ഥം ആണ് എന്നാണ് കേട്ടോ. അതെന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇതൊരു റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്ന സംഭവമാണ്. നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് പിന്നീട് പഠിക്കാം. ആൻഡ് ലെഫ്റ്റ്, അവൻ അവിടുന്ന് പോന്നു. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലീവ് എന്ന പദത്തിൻ്റെ പാസ്റ്റാണ്. ലീവ്, പോവുക. ലെഫ്റ്റ്, പോയി. ഇപ്പോൾ ലീവ് മീ അലോൺ, എന്നെ വെറുതെ വിട്ടേക്കുക എന്നൊക്കെ പറയില്ല, എന്നെ വെറുതെ വിട്ടേക്ക് എന്ന് പറയും. ആ ലീവിൻ്റെ ലെഫ്റ്റാണ്, ഇതിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള ലെഫ്റ്റാണ് ഈ ലെഫ്റ്റ്. ദാറ്റ് നൈറ്റ്, ആ രാത്രി. ഹീ ഹാഡ് ടു സ്ലീപ്പ്, അവൻക്ക് ഉറങ്ങേണ്ടി വന്നു. ഹാഡ് ടു ഉപയോഗിക്കുക, ചെയ്യേണ്ടി വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഹാഡ് ടു സ്ലീപ്പ്, ഉറങ്ങേണ്ടി വന്നു. ഹാഡ് ടു സ്റ്റഡി, പഠിക്കേണ്ടി വന്നു. ഹാഡ് ടു ഗോ, പോകേണ്ടി വന്നു. ഹാഡ് ടു കം, വരേണ്ടി വന്നു. ഹാഡ് ടു ഡ്രിങ്ക്, കുടിക്കേണ്ടി വന്നു. ഹാഡ് ടു ഈറ്റ്, തിന്നേണ്ടി വന്നു എന്നൊക്കെ പറയാം. ഓൺ ആൻ എംപ്റ്റി സ്റ്റൊമക്ക്, ഒരു ശൂന്യമായ വയറിൽ, കാലിയായ വയറിൽ. സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ വയറ്, എംപ്റ്റി എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ. ഇതാണ് കഥ. ഇനി കഥയുടെ മോറൽ നോക്കാം, അതിൻ്റെ ഗുണപാഠം നോക്കാം. മോറൽ ഓഫ് ദി സ്റ്റോറി. മോസ്റ്റ് ഓഫ് അസ്, നമ്മളിൽ മിക്ക ആളുകളും, മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മിക്ക ആളുകളും, മിക്കവാറും ആളുകൾ അർത്ഥം. ടെൻഡ്, തുനിയുന്നു. ടു ആക്ട് എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാൻ. ഒരു വെർബിൻ്റെ മുമ്പിൽ ടു എന്നാൽ ചെയ്യാൻ എന്നുള്ള അർത്ഥം കേട്ടോ. ടു ഈറ്റ്, ഭക്ഷിക്കാൻ, ഭക്ഷിക്കുക എന്ന് പറയാറുണ്ട്. ഇവിടെ ടു ചെയ്യാൻ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ടു ഡ്രിങ്ക്, കുടിക്കാൻ. ടു ഈറ്റ്, ഭക്ഷിക്കാൻ. ടു ടൈപ്പ് ചെയ്യാൻ. ടു ഡ്രൈവ് ചെയ്യാൻ എന്നൊക്കെ പറയും. ലൈക്ക് ദ ഫോക്സ്, ഫോക്സിനെ പോലെ. ലൈക്ക് എന്നാൽ പോലെ എന്നർത്ഥം. അപ്പോൾ ലൈക്ക് ഡ്രൈവറിനെ പോലെ,
ലൈക്ക് എഞ്ചിനീയറെ പോലെ, അതുപോലെ ലൈക്ക് ബോയ് ആൺകുട്ടിയെപ്പോലെ, ലൈക്ക് ഗേൾ പെൺകുട്ടിയെപ്പോലെ. അപ്പോൾ ലൈക്ക് ദ ഫോക്സ് കുറുക്കനെ പോലെയാണ് നമ്മൾ പല ആളുകളും പ്രവർത്തിക്കാൻ തുനിയുന്നത്. വെൻ വി വാണ്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, വെൻ വി ഈറ്റ് നമ്മൾ തിന്നുമ്പോൾ, വെൻ വി ഡ്രിങ്ക് നമ്മൾ കുടിക്കുമ്പോൾ, വെൻ ഹി ഈറ്റ്സ് അവൻ കഴിക്കുമ്പോൾ, വെൻ ഹി ഡ്രിങ്ക്സ് അവൻ കുടിക്കുമ്പോൾ, വെൻ ഹി ബാത്ത്സ് അവൻ കുളിക്കുമ്പോൾ എന്നൊക്കെ പറയാം. ചെയ്യുമ്പോൾ എന്നുള്ള അർത്ഥം കിട്ടാനാണ് വെൻ ഉപയോഗിക്കുന്നത്. സംതിങ് എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം എന്നൊക്കെ പറയാനാണ് സംതിങ് ഉപയോഗിക്കുക. ഇവിടെ സംതിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ. ബട്ട് തിങ്ക് പക്ഷേ നമ്മൾ ചിന്തിക്കും ഇറ്റ്സ് ടു ഹാർഡ് ടു അറ്റൈൻ, അത് നേടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന്. എന്നിട്ടോ വി മേക്ക് എക്സ്ക്യൂസസ് നമ്മൾ കാരണങ്ങളും ഉണ്ടാക്കും. കാരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് എക്സ്ക്യൂസ്. അപ്പോൾ എക്സ്ക്യൂസ് പറയാമെന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ സ്റ്റോറിയുടെ മോറൽ, അതായത് ഇതിൻ്റെ ഗുണപാഠം.